ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് അല്ലേ. അതിനകത്ത് നമ്മൾ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? psi ഈക്വൽ ടു ബി സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആയിരുന്നു അല്ലെ. അപ്പം നമ്മുടെ ബോക്സ് എങ്ങനെയായിരുന്നു? ഈ രീതിയിലായിരുന്നു അല്ലെ. x ഈക്വൽ ടു 0, x ഈക്വൽ എൽ, ഇവിടെ 0, അതുപോലെ ഇവിടെ v ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇവിടെ v ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇതായിരുന്നു കേസ് അല്ലെ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ് കേട്ടോ. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് മിക്കവാറും ക്വസ്റ്റ്യൻ എസ് എ വരാറുള്ളതിൽ ഒന്ന് ഇതാവും, സംശയമൊന്നും വേണ്ട. പാർട്ടിക്കിളിന്റെ ബോക്സിന്റെ വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുക, എ പാർട്ടിക്കിൾ ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു L. ഫൈൻഡ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ എന്നാവും. വൺ ഡയമെൻഷണൽ ബോക്സിനോ പാർട്ടിക്കിളിന്റെ ബോക്സിനോ അങ്ങനെയൊന്നും പറയണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബി കണ്ടിട്ടില്ല അല്ലെ. ബി കാണണം. എങ്ങനെയാ ബി കാണുക? നമുക്കറിയാം ഈ പാർട്ടിക്കിള് 0ക്കും Lനും ഇടയ്ക്ക് ഉണ്ട് നമുക്കറിയാം. ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോർമലൈസ്ഡ്. ഒരു റിയൽ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ആണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് നോർമലൈസ്ഡ്. എന്താ നോർമലൈസേഷൻ? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി psi സ്റ്റാർ psi dx ഈക്വൽ ടു 1 എന്നുള്ളതാണ് നോർമലൈസേഷൻ. ഈ കേസിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല, 0 ടു L അല്ലെ. പാർട്ടിക്കിളിന്റെ പ്രസൻസ് ഉറപ്പിക്കാൻ ശരിക്കും നോർമലൈസേഷൻ ചെയ്യുന്നത്. 0ക്കും Lനും ഇടയ്ക്ക് ആ പാർട്ടിക്കിൾ ഉണ്ട്, ഉറപ്പാണ് അല്ലെ. 0 to L psi star psi dx equal to 1 അല്ലെ. അതെങ്ങനെ? ഇത് ആസ് പെർ നോർമലൈസേഷൻ കണ്ടീഷൻ അല്ലെ. ഇനി എന്താണ് സൈൻ എന്ന് പറഞ്ഞാല്? എന്താ? ബി സൈൻ എൻ പൈ എക്സ് ബൈ എൽ. എന്താ സൈ സ്റ്റാർ എന്ന് പറഞ്ഞാല്? ഇതിനകത്ത് കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ എഴുതാം? ബി സ്റ്റാർ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് എഴുതാം അല്ലേ. ഇനി ഇന്റഗ്രേഷൻ നടത്താം അല്ലെ. എന്താണ് ഇന്റഗ്രൽ 0 ടു L psi സ്റ്റാർ psi എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ബി സ്റ്റാർ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം? ബി സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ബി സ്ക്വയർ. പിന്നെ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ വരും സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ dx ഈക്വൽ ടു 1 എന്ന് എഴുതാം അല്ലെ. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം അല്ലെ. എങ്ങനെ സോൾവ് ചെയ്യാം? ബി സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു L സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ dx. സൈൻ സ്ക്വയർ തിരിച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എങ്ങനെ എഴുതാം? അതിനെ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് എഴുതണ്ടേ. എന്ത് വരും? 2n പൈ എക്സ് ബൈ എൽ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്നല്ലേ അല്ലെ. dx ഈക്വൽ ടു 1 അങ്ങനെയല്ലേ എഴുതണ്ടേ അല്ലെ. സൈൻ സ്ക്വയർ തീറ്റ വെച്ചാൽ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 അല്ലെ. അതുപോലെ കോസ് സ്ക്വയർ തീറ്റ വെച്ചാൽ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2. ആ രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബി സ്ക്വയർ ബൈ 2 ഇൻറ്റു ഈ 2നെ അങ്ങോട്ട് എടുത്തിട്ടോ, ബി സ്ക്വയർ ബൈ 2. ഇനി ബാക്കി എന്താ? ഇന്റഗ്രൽ 0 ടു L 1 ഇൻറ്റു dx മൈനസ് ഇന്റഗ്രൽ 0 ടു L ബാക്കി എന്താ? കോസ് 2n പൈ എക്സ് ബൈ എൽ dx അല്ലെ ഈക്വൽ ടു 1 അല്ലേ. എന്നിട്ടും ബി സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാല് എക്സ്, ലിമിറ്റ് എന്താ? 0 ടു L മൈനസ് ഇന്റഗ്രൽ കോസ് 2n പൈ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എന്താ വരിക? സൈൻ 2n പൈ എക്സ് ബൈ എൽ അല്ലെ, ലിമിറ്റ് 0 ടു L ഇൻറ്റു എന്ത് വരും? ഡിവൈഡഡ് ബൈ 2n പൈ ബൈ എക്സ് അല്ലേ. ഡിവൈഡഡ് ബൈ 2n പൈ ബൈ എൽ എന്നല്ലേ വരിക. ഞാൻ പകരം എന്ത് ചെയ്താം? L ബൈ 2n പൈ എന്ന് എഴുതി കൂടെ? കുഴപ്പമില്ലല്ലോ.
ഇന്റഗ്രേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്റഗ്രൽ കോസ് 2n/x/l അല്ലേ? അത് എഴുതാം. കോസിന്റെ ഇന്റഗ്രൽ സൈൻ മൈനസ് അല്ല കണ്ടോ, സൈൻ 2n/x/l ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡെറിവേറ്റീവ് 2n/x/l ന്റെ ഡെറിവേറ്റീവ് എന്താ 2n/l. ഡിവൈഡഡ് ബൈ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് l/2n ആയി അല്ലേ? ഇനി ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരാ, b²/2 ഇൻറ്റു l - 0 എന്നല്ലേ വരാ അല്ലേ? മൈനസ് ഇനി ഇവിടെ l/2nπ ഇൻറ്റു സൈൻ 2nπl/l വരും അല്ലെ? സൈൻ 2nπl/l മൈനസ് സൈൻ 0 എന്ന് വരും അല്ലേ? അപ്പർ ലിമിറ്റ് l ആണ്, അപ്പം 2nπl/l. ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പൊ 0 അല്ലേ? ഇനി ഇവിടെ നോക്കാം, അവിടെ l കട്ട് ചെയ്ത് പോയില്ലേ അല്ലേ? ബാക്കി എന്താ അല്ലേ? സൈൻ 2nπ. സൈൻ 2nπ എന്താ 0 ആണ് അല്ലേ? അതെങ്ങനെയാ? സൈൻ nπ എന്ന് പറഞ്ഞാല് 0 ആണ്. എപ്പോ when n equal to 0, 1, 2, 3 etc. പക്ഷെ ഇത് സൈൻ 2nπ ആ. 2nπ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താവും? ഈവൻ നമ്പർ ആവും അല്ലേ? 2n എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈവൻ ആവില്ലേ? അപ്പം സൈൻ പിന്നെ nπ ഈസ് 0 when n ഈസ് ഈവൻ അല്ലേ? അതുകൊണ്ട് ധൈര്യമായിട്ട് 0 എന്ന് പറയാം അല്ലേ? അപ്പൊ ഈ ടേം മൊത്തത്തിൽ എന്തായി? 0 ആയി പോയി അല്ലേ? ബാക്കി എന്താ അല്ലേ? ഈക്വൽ ടു 1 ഞാൻ മറന്നുപോയി അല്ലേ? ഈക്വൽ ടു 1. അപ്പൊ എന്തായി? b²/2 ഇൻറ്റു l എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ദാറ്റ് മീൻസ് b²/2 ഇൻറ്റു l ഈക്വൽ ടു 1 അല്ലെങ്കിൽ b² equal to 2/l implies b equal to root 2/l. Therefore, psi equal to root 2/l sin nπx/l. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വേവ് ഫംഗ്ഷൻ ആണിത് അല്ലെ? That is the final wave function of the particle trapped in a one-dimensional box. ഒരു one-dimensional ബോക്സിനകത്ത് ട്രാപ്പ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ബോക്സിനകത്ത് ട്രാപ്പ് ആയിട്ടുള്ള പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എന്താണ്? root 2/l sin nπx/l അല്ലേ? അത് ബിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? root 2/l അല്ലേ? ഈ വേവ് ഫംഗ്ഷൻ അറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണ് അല്ലേ? ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം, പ്രോബ്ലം ചോദിക്കാനൊക്കെ വരാം. ഓക്കെ, ഇനി നമുക്ക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ആണ് അല്ലെ? എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നു അല്ലെ? എന്തായിരുന്നു അത്? 2me/h² ഈക്വൽ ടു k² എന്നുള്ളത് അല്ലെ? k² ഈക്വൽ ടു 2me/h² എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ലേ വേവ് ഫംഗ്ഷൻ ഡെറിവേഷന്റെ ഫസ്റ്റില് അല്ലെ? പിന്നെ നമുക്ക് k എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? nπ/l എന്ന് കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? k² എന്ന് പറഞ്ഞാൽ എന്ത് വരും? n²π²/l² ഈക്വൽ ടു 2me/h² എന്ന് പറയാം. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് e ഈക്വൽ ടു n²π² h²/2ml² എന്ന് പറയും. ഈക്വൽ ടു n²π²h²/2ml² എന്ന് വരും. ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് അല്ലെ? ആൻഡ് സിൻസ് ഹിയർ ഈസ് ആൻ n എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട് അല്ലെ? where n equal to 1, 2, 3 etc. Therefore, this is represented by En അല്ലെ? The value of energy in the nth state അല്ലെ? ഇത് നമ്മളെ ഹൈഡ്രജൻ ആറ്റം പോലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ E1 അല്ലെങ്കിൽ E0, E2, E3 അങ്ങനെയൊക്കെ വരാം. അതുപോലെ പല സ്റ്റേറ്റിൽ പല എനർജി ഉണ്ടാവുക അല്ലെ? En ഇത് വരും അല്ലെ? അപ്പം പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ഇതാണ്, എനർജി ഇതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണിത് കേട്ടോ. ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എനർജി വേണമെങ്കിൽ E1 കാണാം. E1 എന്ന് പറഞ്ഞാൽ എന്താ? n equal to 1 അല്ലെ? എന്ത് വരും? π²h²/2ml² എന്ന് പറയാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ ആയിട്ട് En equal to
n സ്ക്വയർ E1 എന്ന് പറയാം. ഹൈഡ്രജൻ ആറ്റം പഠിച്ചു ഓർമ്മയുണ്ടോ? En ഈക്വൽ ടു E1 ബൈ n സ്ക്വയർ എന്നായിരുന്നു. ഇതിന്റെ കേസിൽ നോക്ക് En ഈക്വൽ ടു n സ്ക്വയർ E1 എന്നാ അല്ലെ. ഇനി ഈ രീതിയിൽ ഇതാണ് അതിന്റെ സീറോ എനർജി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റിന്റെ എനർജി എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇതെന്താണ്? ഇത് സൈനസോയിഡൽ വേവ് ഫംഗ്ഷനാണ്. അപ്പൊ പാർട്ടിക്കിൾ ഒരു സൈനസോയിഡൽ നേച്ചർ ആവും. അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് √2 അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മള് ഗ്രാഫ് വരച്ചെങ്കിൽ അല്ലെ, ഇതിന്റെ കാര്യം എത്രയാവും? √2 ആവും അല്ലെ. ഈ രീതിയിലാണ് പാർട്ടിക്കിൾ അതിനകത്ത് ഉണ്ടാവുക, ബിഹേവ് ചെയ്യുക. മനസ്സിലായല്ലോ? അതാണ് expression for wave function of a particle trapped in a one-dimensional box and the energy associated with that particular particle. കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു എസ്ഐ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട് അല്ലെ. ഇത് രണ്ടുമായിരുന്നു അതിന്റെ വേവ് ഫംഗ്ഷനും എനർജിയും. ഇനി സ്വാഭാവികമായിട്ടും പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ n ഈക്വൽ ടു 1 അല്ലെ. n ഈക്വൽ ടു 1 ആവുമ്പം എന്താവും? ഇതിന്റെ വേവ് ഫംഗ്ഷൻ എന്താവും? psi ഈക്വൽ ടു √2/L sin πx/L എന്നുണ്ട് അല്ലെ. അതുപോലെ എനർജി എന്താവും? E1 ഈക്വൽ ടു π²h²2/2mL² എന്നാവും അല്ലെ. ആ രീതിയിലാണ് ഇതിന്റെ ഓരോ സ്റ്റേറ്റിലെയും എനർജിയും അതുപോലെ വേവ് ഫംഗ്ഷനും ഒക്കെ കിട്ടാറുള്ളത്. ഇനി കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ എസ്എ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചത് എങ്ങനെയായിരുന്നു? An electron is trapped in a box, a one-dimensional box having length L. Find the wave function എന്നായിരുന്നു. പലരും എക്സാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് സാറേ അങ്ങോട്ട് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പിന്നെ സാധ്യത അവിടെ ഉദിക്കുന്നില്ല. An electron is trapped in a one-dimensional box of length L എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താണ്? പ്രോബ്ലം എന്താണ്? വൺ-ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ് തന്നെയാണ് അല്ലെ. ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു വൺ-ഡയമെൻഷണൽ ബോക്സിനകത്ത് ട്രാപ്പ് ആയി പോയി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ ചെയ്യാം അല്ലെ. എന്നിട്ട് അവിടെ ഒരു മാറ്റം ഉണ്ടാവുക. എന്ത് മാറ്റം ഉണ്ടാവുക? അതിനകത്ത് എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനർജിന്റെ ഫോർമുല എന്താണ്? En ഈക്വൽ ടു n² π²h²/2mL² അല്ലെ. ഒരു പ്രാവശ്യം ഈ ലെങ്ത് പോലും തന്നിട്ടുണ്ട് അല്ലെ. ഇത്ര മൈക്രോമീറ്റർ എന്ന് പറഞ്ഞ ലെങ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ മറ്റൊരു പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായി ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 16 മാർക്കിന് പ്രോബ്ലം ആണെന്ന് അറിയാലോ. അതിനകത്ത് ചോദിച്ച പ്രോബ്ലം ഇതാണ്. An electron is trapped in a box of length 0.2 micrometer. Find the energy എന്നായിരുന്നു, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ എനർജി എന്താണ്? E1 ഈക്വൽ ടു n ഈക്വൽ ടു 1 ആവും. അപ്പൊ എന്താവും? π²h²2/2mL² എന്നാവും അല്ലെ. ഇനി ഇതുമായിട്ട് അസോസിയേറ്റ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് വെക്കുക. An electron is trapped in a one-dimensional box of length 2 micrometer. Find the energy of the ground state. ആ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ ആൻസർ ചെയ്യാം. അതിന്റെ ആൻസർ എങ്ങനെയാ പോയില്ല? E1 ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ E1 അല്ലെ. n ഈക്വൽ ടു 0 അലൗഡ് അല്ല കേട്ടോ ഇതിനകത്ത്. n ഈക്വൽ ടു 1 മുതലേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? π² അല്ലെ. ഇവിടെ π എത്രയാണ്? 3.14 നമുക്കറിയാം. h ക്രോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.05 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. അതുപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ അതാണ് അവിടെ മാറ്റം വരുന്നത്. 9.1 × 10⁻31 കിലോഗ്രാം. ഈ ഒരു മാറ്റം അവിടെ വരുന്നുള്ളൂ അല്ലെ. ഇവിടെ ശരിക്ക് ME എന്നിട്ട് കൊടുത്താൽ എന്തായി? ക്വസ്റ്റ്യൻ സോൾവ് ആയി. ഐസേ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇലക്ട്രോൺ ട്രാപ്പ് ആയി പോയാൽ ഇലക്ട്രോണിന്റെ മാസ് കൊടുക്കാം, ഇത്രേ മാറ്റുള്ളൂ. ഇനി ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനുള്ളൂ? ലെങ്ത്തിന് പകരം ഇവിടെ L തന്നിട്ടുണ്ട് എത്രയായിരുന്നു? ഞാൻ പറഞ്ഞത് 2 മൈക്രോമീറ്റർ അല്ലേ. അപ്പം 2 × 10⁻6 മീറ്റർ. ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇതിനകത്ത് വരുത്തുക, ആ എനർജിന്റെ വാല്യൂ കാണും. ഓക്കെ. അപ്പൊ അത് കണ്ടിട്ട് ആൻസറും കൂടെ എനിക്കിന്ന് ഇതിന്റെ കൂടെ അയച്ചു തരണം കേട്ടോ. ഇന്ന് ചെയ്യുന്നതിന്റെ കൂടെ ആ ക്വസ്റ്റ്യന്റെ ആൻസറും വേണം. നിങ്ങൾ ന്യൂമറിക്കലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് വേണം ഇങ്ങനെ നോട്ട്സ് അയക്കാൻ കേട്ടോ. ഇനി ഇതിനകത്ത് വരുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ഫോർ എ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ വൺ-ഡയമെൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് L ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അത് വൺ-ഡയമെൻഷണൽ ബോക്സിൽ ട്രാപ്പ് ആയിട്ടുണ്ട്, ഓഫ് ലെങ്ത് L. അതിന്റെ പൊസിഷന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണാൻ അല്ലെ. അപ്പൊ എന്താ കാണാനല്ലേ? എക്സ്പെക്ടേഷൻ x ഫോർ എ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ വൺ-ഡയമെൻഷണൽ ബോക്സ് അല്ലെ. നമുക്കറിയാം എക്സ്പെക്ടേഷൻ എക്സിന്റെ ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ x ഈക്വൽ ടു ഇന്റഗ്രൽ
ജനറൽ ഫോർമുല ചെയ്താൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ എക്സ് സൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്നായിരുന്നു. ഇതാണ് ജനറൽ ഫോർമുല. ഇനി ഇതിന്റെ കേസിൽ എന്താ മാറ്റം വരിക? ഇത് ലിമിറ്റ് 0 to L എന്നാവും അല്ലെ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വൺ ഡയമെൻഷണൽ ബോക്സിന്റെ പ്രോബ്ലം നോർമലൈസ്ഡ് ആണ് അല്ലെ. ഇങ്ങനെ ചോദിച്ചെങ്കിൽ നമുക്ക് അറിയാം അത് നോർമലൈസ്ഡ് ആണ്. ആ പാർട്ടിക്കിൾ 0ന്റെ Lന്റെ ഇടയിൽ ഉണ്ട്, ആ ലെങ്തിനകത്ത് ആ പാർട്ടിക്കിൾ ഉണ്ട് നമുക്ക് ഉറപ്പാണ്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് നോർമലൈസ്ഡ്. അതുകൊണ്ട് നമുക്ക് ഈ വാല്യൂ എന്ത് കൊടുക്കാം? ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. അപ്പൊ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് ഫോർ എ പാർട്ടിക്കിൾ ലൈക്ക് ദാറ്റ് the expectation value is integral 0 to L psi star x psi dx. ഇത്ര ചെയ്താൽ മതി. ഡിനോമിനേറ്റർ 1 ആണ്, കാരണം നമ്മൾ നോർമലൈസ് ചെയ്തിട്ടാണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടത് അല്ലെ. √2/L എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? നോർമലൈസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ പിന്നെ ഡിനോമിനേറ്റർ 1 ആണെന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റും. ഇനി എന്താണല്ലേ, ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് വേവ് ഫംഗ്ഷൻ സൈ എന്താണ്? സൈ ഈക്വൽ ടു √2/L സൈൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ചോദിച്ചത്. അപ്പൊ n πx/L എന്നുള്ള 1 × πx/L. അപ്പൊ എന്ത് വരും? πx/L എന്നാവും അല്ലെ. അതുപോലെ ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് സൈ സ്റ്റാർ, നമുക്ക് സൈ സ്റ്റാർ സൈ കാണല്ലേ. സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? √2/L സൈൻ πx/L എന്ന് തന്നെ വരും അല്ലെ. കാരണം ഇതിനകത്ത് ഇമാജിനറി ടേംസ് ഒന്നുമില്ല. ഐ ഇല്ലല്ലോ. ഐ ഉണ്ടെങ്കിൽ മൈനസ് ഐ ആക്കാം, വേറൊരു മാറ്റമില്ല. അപ്പൊ ഇതന്നെയാണത് അല്ലെ. ഇനി എന്ത് ചെയ്യാ? എക്സ്പെക്ടേഷൻ എക്സ് കാണണം അല്ലെ. എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇന്റഗ്രൽ 0 to L സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? √2/L സൈൻ πx/L ഇൻറ്റു എക്സ് ഇൻറ്റു പിന്നെന്താ വരിക? √2/L സൈൻ πx/L dx എന്ന് വരും. സൈ സ്റ്റാർ എക്സ് സൈ dx അല്ലെ. which is equal to √2/L into √2/L എന്താവും? 2/L ഇന്റഗ്രൽ 0 to L ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലെ. എക്സ് ഉണ്ട്. ഇനി സൈൻ πx/L into സൈൻ πx/L എന്താവും? സൈൻ സ്ക്വയർ πx/L dx എന്നാവും. അങ്ങനെയല്ലേ, മറ്റൊന്നുമില്ലല്ലോ. which is equal to 2/L integral 0 to L. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ എന്നുണ്ട്. ഇതിപ്പോ പ്രൊഡക്റ്റ് റൂൾ ആയി അല്ലെ. ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് റൂൾ ആയി. പക്ഷെ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള ഫോർമാറ്റ് പറ്റില്ല. അപ്പൊ നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ വരെ എന്ത് കൊടുക്കണം? 1 - cos 2θ/2 കൊടുക്കണം അല്ലെ. അപ്പം എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പകരം 1 - cos 2πx/L dx ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് വരും അല്ലെ. ആ ഹോൾ ഡിവൈഡ് ബൈ 2 ഞാൻ ഇവിടെ എഴുതി. മനസ്സിലായോ? സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 - cos 2θ/2 ഹോൾ ഡിവൈഡ് ബൈ 2. അപ്പം ഇവിടെ തീറ്റ എന്ന് πx/L. അപ്പൊ 1 - cos 2πx/L dx എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 കട്ട് ചെയ്ത് പോകാം അല്ലെ. 2 കട്ട് ചെയ്ത് പോയി ബാക്കി എന്ത് വരും? 1/L ഇൻറ്റു ഇന്റഗ്രൽ 0 to L x into 1 x dx അല്ലെ മൈനസ് ഇന്റഗ്രൽ 0 to L ഇവിടെ x into എന്താ വരിക? cos 2πx/L dx എന്ന് വരും. അങ്ങനല്ലേ വരിക? which is equal to ഇവിടെ 1/L into ഇന്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? x²/2 അല്ലെ. ഇന്റഗ്രൽ എക്സ് ആണ് x²/2 അല്ലെ. ലിമിറ്റ് 0 to L മൈനസ് ഈ ഭാഗം ഇതുണ്ടല്ലോ, ഇത് ഞാനിന്ന് നിങ്ങൾക്ക് വിട്ടുതരാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യണം ഇത്, ഈ ഇന്റഗ്രേഷൻ അല്ലെ, പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് അല്ലെ. ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എങ്ങനെയായിരുന്നു പ്രൊഡക്റ്റ് റൂൾ? എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു
ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ അല്ലെ. ആ രീതിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാൻ പ്രൊഡക്റ്റ് റൂൾ പറഞ്ഞ കറക്റ്റ് തന്നെയല്ലേ, ഒന്ന് റീകോൾ ചെയ്യാം കേട്ടോ. ഞാൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാറില്ല, ഞാൻ അതിന് പകരം വേറൊരു ട്രിക്ക് ഉണ്ട്, അതാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഇത് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു. ഇനി ഞാൻ എങ്ങനെയാ ചെയ്യാറുള്ളത് ഞാൻ പറയാം കേട്ടോ. ഇത് ഇത്തരത്തിൽ ഈ ഒരു ഫംഗ്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ അകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കോസ് 2πx/L ആണ് അല്ലെ. അപ്പം എക്സിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തരാം 1, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ 0. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് റൂളിനകത്ത് കണ്ടിന്യൂസ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആവുന്നൊരു ക്വാണ്ടിറ്റിയും കണ്ടിന്യൂസ്ലി ഇന്റഗ്രേറ്റ് ചെയ്താൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ക്വാണ്ടിറ്റിയും ഉണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് അല്ലെ. സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരുന്നു? കോസ് 2πx/L. നിങ്ങൾ പ്രൊഡക്റ്റ് റൂൾ ആദ്യം ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിന്റെ താഴെ നോട്ടായിട്ട് ചെയ്ത ദിസ് ക്യാൻ ബി സോൾവ്ഡ് ഇൻ ദിസ് വേ ആസ് വെൽ അങ്ങനെ എഴുതാം. ഞാൻ പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ, ഒന്ന് എക്സ് ആണ്, ഒന്ന് കോസ് 2πx/L. എക്സിന്റെ പ്രത്യേകത എന്താ? എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തട്ടാ 1 അല്ലെ. 1നെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താലോ 0. അപ്പൊ അത് കണ്ടിന്യൂസ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ 0 ആയി പോയി. ഇനി കോസ് 2πx/L ഇന്റഗ്രേറ്റ് ചെയ്യാൻ തട്ടാ കോസിന്റെ എന്താ വരാ? സൈൻ 2πx/L പിന്നെ ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ 2π/L വരും. അപ്പൊ എന്ത് ചെയ്യാം? L/2π കൊടുക്കാൻ പറ്റും അല്ലെ. അങ്ങനെ കൊടുത്താൽ പോലെ ഡിവൈഡഡ് ബൈ 2π/L L/2π മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. ഇനി വീണ്ടും ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? കോസ് 2πx/L ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഇത് കിട്ടി. ഇനി ഇതേ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താ? സൈൻ അല്ലേ. അപ്പൊ മൈനസ് എന്ത് വരും? കോസ് 2πx/L എന്ന് വരും അല്ലെ. ഇവിടെ എന്തുണ്ട്? ഒരു L/2π ഉണ്ട്. ഇനി ഇതിന്റെ ഒരു L/2π വരും. അപ്പൊ എന്ത് വരും? ഇവിടെ L²/4π² എന്ന് വരും. നെഗറ്റീവ് ഉണ്ട്. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇതിന്റെ ഇന്റഗ്രൽ ഇത്, ഇതിന്റെ ഇന്റഗ്രൽ ഇത്, അത്രേ ഉള്ളൂ. ഇതിന്റെ ഡിഫറൻഷ്യൽ ഇത്, ഇതിന്റെ ഡിഫറൻഷ്യൽ ഇത്. ഇനി എന്ത് ചെയ്യാം? ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഈ രീതിയിൽ തന്നെ എഴുതണം കേട്ടോ. ഇനി ഇങ്ങനെ വരക്കുക. ഓക്കെ, വരക്കുക. എന്നിട്ട് ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക, ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി ഉണ്ടെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് തുടങ്ങുന്നവരെ അങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് പോവാം. അപ്പൊ നമ്മുടെ ഇന്റഗ്രേഷൻ കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. ആ ഇന്റഗ്രേഷൻ അവിടെ കഴിഞ്ഞു. ഇത് വലിയ ഫംഗ്ഷൻ ഒക്കെ വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഇതാ ഇവിടെ ഞാനിത് ചെയ്താണ് 1/L ഇൻറ്റു ഇത് ലിമിറ്റ് ഞാൻ കൊടുക്കണല്ലോ. അപ്പം x²/2 0 to L മൈനസ് ഉണ്ട്. ഇനി ഈ ക്വാണ്ടിറ്റി ഞാൻ കേട്ടോ, ഈ ക്വാണ്ടിറ്റി ഈ ഇന്റഗ്രേഷൻ ഞാൻ ഇതാണ്. ഇവിടെ മൈനസ് അല്ലേ. ഇനി ആ ഇന്റഗ്രേഷൻ ഞാൻ ഇതാണ്. അത് ഞാനൊരു ബ്രാക്കറ്റും കൂടെ ഇവിടെ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ വലിയ ബ്രാക്കറ്റ് ആക്കണം. മൈനസ്. ഇനി ഇതിന്റെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതാണ്. എക്സ് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ വരിക? L/2π ഇൻറ്റു എക്സ് സൈൻ 2πx/L. ഇതിന് ലിമിറ്റ് കൊടുക്കുക അല്ലെ. ഇതിന് ലിമിറ്റ് എന്താ കൊടുക്കുക? 0 to L. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലെ. മൾട്ടിപ്ലൈ എന്താവും? പ്ലസ് ആവും. അപ്പൊ പ്ലസ് L²/4π² അല്ലെ. 1 ഇൻറ്റു L²/4π² എന്നാണ് അത് അല്ലെ. ഇനിയോ കോസ് 2πx/L 0 to L അല്ലെ. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് ആൻസർ. നമ്മൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് ആ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ കൊണ്ട് പോകാൻ ഭയങ്കര പണിയാണ്. അത് ഇടയ്ക്ക് നോക്കേണ്ടി വരില്ലേ. അപ്പൊ ഞാനത് നിൽക്കാറില്ല. പിന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ ഇത്തരം പ്രോബ്ലംസിനകത്ത് ഇങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പൊ അത് എളുപ്പം. ഇനി നോക്കാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1/L ഇൻറ്റു x²ന് ഇത് കൊടുത്താല് L² - 0 അല്ലെ /2 അല്ലെ. L² - 0²/2 മൈനസ്. ഇനി ഇതിനകത്ത് കൊടുക്കുക. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ലിമിറ്റ് കൊടുക്കാണ്. എന്താണ്? എക്സിന് L എന്നാ കൊടുക്കണേ. അപ്പം L ഇൻറ്റു സൈൻ 2πL/L എന്ന് വരും അല്ലെ. L ഇൻറ്റു സൈൻ 2πL/L. അപ്പൊ L എല്ലാം കട്ട് ചെയ്യും. ബാക്കി സൈൻ 2π അല്ലേ. സൈൻ 2π എന്താ 0 ആണ് അല്ലെ. അപ്പൊ ഈ ടേമിൽ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. 0 എന്നായി അല്ലെ. 0
പ്ലസ് ഇനി ഇത് എൽ സ്ക്വയർ ബൈ 4π² ഇൻറ്റു ഇനി ഇതിന് ലിമിറ്റ് കൊടുക്കാം അല്ലെ കോസ് 2π ഇൻറ്റു എൽ ബൈ എൽ എന്ന് വരും അല്ലെ. അത് ഞാനൊന്ന് എഴുതാം. എൽ സ്ക്വയർ ബൈ 4π² ഇൻറ്റു കോസ് 2π എൽ ബൈ എൽ അല്ലെ. അപ്പൊ എൽ കട്ട് ചെയ്ത് പോകും. ബാക്കി കോസ് 2π എന്ന് പറഞ്ഞാൽ എത്രയാണ് കോസ് 2π 1 ആണ് അല്ലെ. കോസ് 2π എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 into π 360 ആണ് 0 കോസ് 0 1 ആണ് അല്ലെ. മൈനസ് കോസ് 0 എന്ന് വരും അല്ലെ. കോസ് 0 എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ് 1 ആണ് അല്ലെ. അപ്പൊ ഇതും എന്തായി 0 ആയി പോയി. വിച്ച് മീൻസ് ഈ ക്വാണ്ടിറ്റി ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുത്തപ്പോ ആൻസർ 0 ആയി പോയി. മനസ്സിലായോ? അപ്പൊ അത് 0 ആണ്. ബാക്കിയോടെ എന്താല്ലേ എൽ സ്ക്വയർ ബൈ 1/L ഇൻറ്റു എൽ സ്ക്വയർ ബൈ 2 എൽ കട്ട് ചെയ്ത് പോയി ബാക്കി L by 2 എന്ന് കിട്ടും. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ഫോർ എ വൺ ഡയമെൻഷണൽ പാർട്ടിക്കിൾ ഈസ് L by 2. മനസ്സിലായോ? ഈ രീതിയിലാണ് ഇത് ചെയ്യാം. ഇനി അത് ആലോചിച്ചാലും ഒക്കെയാണ്. ഒരു പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, 0ന്റെയും Lന്റെ ഇടയിൽ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ മോസ്റ്റ്ലി കാണാനുള്ള സാധ്യത എവിടെയാണ്? എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എവിടെയായിരിക്കും എന്നല്ലേ ക്വസ്റ്റ്യൻ. എവിടെയായിരിക്കും? അതിന് ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള സ്ഥലം എവിടെയാണ്? അതിന്റെ നടുക്ക് അല്ലെ. നമ്മളിപ്പോ ഒരു കിണറ്റില് അകപ്പെട്ടാല് നമ്മള് സാധാരണ മൂടുക്ക് നോക്കി നടുവിലല്ലേ നിക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി. ഞാൻ ഓർക്കാനുള്ള ടിപ്പാട്ടാ പറയണേ. നമ്മൾ നടുവിലല്ലേ നിക്കുക, എന്നാലേ മുകൾക്ക് വിളിച്ചു നോക്കാനും അതുപോലെ കുറച്ച് വായു കിട്ടാനൊക്കെ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നടുവിലാ നിക്കുക. അതുപോലെ L by 2 അല്ലെ. ഇതാണ് ബോക്സിന്റെ ലെങ്ത്. ഇതിനകത്തൊരു പാർട്ടിക്കിളിന് അതിന്റെ മീൻ പൊസിഷൻ എവിടെയാവും? അതാണ് പറഞ്ഞത്. അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് അതിനകത്തെ എക്സ്പെക്ടേഷൻ എക്സ് കാണുന്നത്? ഓക്കെ, നമ്മള് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ കണ്ടു അല്ലെ. വാട്ട് വിൽ ബി ദി പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ ബോക്സ് എന്ന് പറഞ്ഞു അല്ലെ. ഇനി അതിനകത്ത് പിന്നെ നമുക്ക് അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റം കാണണം. ഓക്കെ, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റം നോക്കാം. വേവ് ഫംഗ്ഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെയാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും എക്സൈറ്റഡ് സ്റ്റേറ്റ് തരും. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ല, പിന്നെ സെക്കൻഡോ തേർഡോ അങ്ങനെ ഏതെങ്കിലും തരും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് n = 1 2 3 എന്താ വെച്ചാൽ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നോക്കാം. psi = √2l sin πxl ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ. ഇതിനകത്ത് എക്സ്പെക്ടേഷൻ px ആണ് കാണാൻ പറഞ്ഞത്. എക്സ്പെക്ടേഷൻ px മൊമെന്റത്തിന്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ നോക്കാം എന്താണ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രൽ 0 to L psi star px psi dx ആണ് ഫോർമുല. ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ 0 to L psi star psi dx. അത് 1 ആണ്, കാരണം ദിസ് വേവ് ഫംഗ്ഷൻ ഈസ് നോർമലൈസ്ഡ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പോവാം? which is equal to ഇന്റഗ്രൽ 0 to L psi star എന്ന് പറഞ്ഞാൽ എന്താ വരിക? √2/L sin πx/L എന്ന് തന്നെ വരും, കാരണം അതിനകത്ത് ഇമാജിനറി ടേംസ് ഒന്നുമില്ല. ഇൻറ്റു ഇനി px എന്ന് പറയുന്നത് മൊമെന്റം ഓപ്പറേറ്റർ ആണ് അല്ലെ. px എന്ന് പറയുന്നത് മൊമെന്റം ഓപ്പറേറ്റർ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ ഓപ്പറേറ്റർ ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. എന്താണ് px? എക്സ് കമ്പോണന്റ് ഓഫ് മൊമെന്റം മൈനസ് IH ക്രോസ് ∂x ആണ് മൊമെന്റം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാല് അല്ലെ. ഇൻറ്റു വീണ്ടും psi. എന്താണ് psi? √2/L sin πx/L dx അല്ലെ. which is equal to √2/L into √2/L എന്ത് വരും? 2/L വരും. ഇവിടെ ഒരു മൈനസ് IH ക്രോസ് ഉണ്ട്, അപ്പൊ മൈനസ് IH ക്രോസ് 2/L ഇന്റഗ്രൽ 0 to L എന്താ വരിക? ഇവിടെ sin πx/L into ∂y/∂x of sin πx/L എന്ന് പറഞ്ഞാൽ എന്ത് വരും? എന്താ വരിക? cos πx/L into π/L dx എന്ന് വരും അല്ലെ. sin πx/L ഡെറിവേറ്റീവ് cos πx/L into π/L dx അല്ലെ. ഈ πx/L π/L അല്ലെ. അങ്ങനെ വരും. വീണ്ടും നമുക്കിവിടെ മൈനസ് 2IH ക്രോസ് ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു π/L ഉണ്ട്. π ഇവിടെ അവിടെ L സ്ക്വയർ ഇന്റഗ്രൽ 0 to L sin πx/L cos πx/L dx എന്ന് വരും
അല്ലെ? ശരിക്കും എന്താണ് ഇന്റഗ്രൽ സൈൻ പൈ എക്സ് ബൈ എൽ കോസ് പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആ, അല്ലെ? എന്നുള്ളത് സൈൻ എ സൈൻ കോസ് ബി എന്നൊക്കെ പറഞ്ഞ ഒരു ഫോർമാറ്റിലാണ്, അല്ലെ? അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ ഞാനിത് ബൈ ഹാർട്ട് ചെയ്യാറില്ല. അങ്ങനെ ഫോർമുല ഉണ്ട്, അത് അറിയുന്നവർ നേരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്, അതിന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഇത് സൈനും കോസിനും ഒക്കെ പറ്റും, അല്ലെ? എന്താണത്? സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. ഇനി സൈൻ എ മൈനസ് ബി, ഇത് സൈഡിൽ എവിടെയെങ്കിലും ഇത് കേട്ടോ. സൈൻ എ മൈനസ് ബി പറഞ്ഞാല് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. ഇനി കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. അതുപോലെ കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. ഇത് നമുക്ക് എവിടെയെങ്കിലൊക്കെ ആവശ്യം വരും, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം നല്ലതാണ്. ഇത് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ച ഇക്വേഷൻസ് ആയിരുന്നു, അല്ലെ? ഇതിനകത്ത് നമുക്ക് ഏതാണ്ടേ സൈൻ എ കോസ് ബി എന്നുള്ള ഫോർമാറ്റ് അല്ലേ? ഇത് സൈൻ എ കോസ് ബി എന്നുള്ള ഫോർമാറ്റ് അല്ലേ? അപ്പൊ ഇതിനകത്ത് സൈൻ എ കോസ് ബി അവിടെ കാണുന്നുണ്ട്. ഫസ്റ്റ് രണ്ട് ടേമിനകത്ത് സൈൻ എ കോസ് ബി കാണുന്നുണ്ട്, അല്ലെ? ഇവിടെ സൈൻ എ കോസ് ബി, ഇവിടെ സൈൻ എ കോസ് ബി. നിങ്ങൾ ഇത് ചിലപ്പോ സൈൻ എ കോസ് ബി എന്നുള്ള ഫോർമാറ്റ് നിങ്ങൾക്ക് സൈൻ 2 എന്നോ അങ്ങനെ എന്തൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയുണ്ടാവും. പക്ഷെ അത് എല്ലാ രീതിയിലും ഇത് സൈൻ എ കോസ് ബി, സൈൻ എ സൈൻ ബി, കോസ് എ കോസ് ബി, ഏത് രീതിയിലും ഇത് വരാം. എക്സ്പെക്ടേഷൻ പി എക്സ് കാണുമ്പോഴേ വരുന്നുള്ളൂ. ചിലപ്പോ ഇനി പി എക്സ് സ്ക്വയർ കാണാണ്ട് എക്സ് സ്ക്വയർ ആണ്, അപ്പൊ വേറെ ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജനറൽ ഫോർമാറ്റ് പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് വേണ്ടത് സൈൻ എ കോസ് ബി ആണ്. അപ്പൊ സൈൻ എ കോസ് ബി ഇവിടെ ഉണ്ട്. അപ്പം ഫസ്റ്റത്തെ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ കൊടുക്കുക 1 2 3 4. ഫസ്റ്റത്തെ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്ത് എന്താ കിട്ടുക? ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താൽ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന് വരും, അല്ലെ? എന്താ? സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഈക്വൽ ടു, അല്ലെ? സൈൻ എ കോസ് ബി പ്ലസ് സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 സൈൻ എ കോസ് ബി എന്ന് വരും. പിന്നെ കോസ് എ സൈൻ ബി മൈനസ് കോസ് എ സൈൻ ബി, അത് 0 ആയി പോകും, കട്ട് ചെയ്തു, അല്ലെ? കോസ് എ സൈൻ ബി മൈനസ് കോസ് എ സൈൻ ബി, അത് പോയി. അപ്പൊ ഇതാണ്, അല്ലെ? അപ്പം നമുക്ക് ഇത് ജനറൽ ഒരു ഫോർമുല കിട്ടി. 2 സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഇനി നമുക്ക് എന്താ വേണ്ടേ? സൈൻ എ കോസ് ബി മാത്രം മതി, അല്ലെ? ഇനി വേണമെങ്കിൽ 2 ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ ആക്കാം, കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ എ കോസ് ബി വേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ബൈ 2 ആ. ഇനി ഇവിടെ വേറെ കാര്യങ്ങൾ നോക്കാം. നമുക്ക് സൈൻ പൈ എക്സ് ബൈ എൽ കോസ് പൈ എക്സ് ബൈ എൽ ആണ്. നമ്മൾ തീറ്റ സെയിം ആണ്, അല്ലെ? അപ്പം എ ഈക്വൽ ടു ബി ആണ്, അല്ലെ? പൈ എക്സ് ബൈ എൽ ആണ്, ഇവിടെ പൈ എക്സ് ബൈ എൽ. അപ്പൊ എ ഈക്വൽ ടു ബി ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ എ ഈക്വൽ ടു ബി ആവുമ്പം എ ഈക്വൽ ടു ബി ഇട്ട് കൊടുക്കുക. അപ്പം എന്താ വരിക? സൈൻ എ പ്ലസ് എ 2a പ്ലസ് സൈൻ എ മൈനസ് എ 0, അല്ലെ? സൈൻ എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 2a പ്ലസ് സൈൻ എ മൈനസ് എ എന്ന് വരും. അപ്പൊ സൈൻ 0 വരും, അത് പോയി, അല്ലെ? ബൈ 2 ഈക്വൽ ടു സൈൻ എ കോസ് ബി എന്ന് വരും, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ 2a ബൈ 2 ആണ്, അല്ലെ? അങ്ങനെ കിട്ടിയത്, അല്ലെ? സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാല് സൈൻ 2a ബൈ 2 ആ, അല്ലെ? സൈൻ എ കോസ് ബി ഈക്വൽ ടു സൈൻ 2a ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ ട്ടോ. ഈ രീതിയിൽ ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ ആ ഫോർമുല അറിയുണ്ടാവും. സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാല് സൈൻ 2 തീറ്റ ബൈ 2 ആണെന്നുള്ള ഫോർമുല അറിഞ്ഞാലും മതി, ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എക്സ്പെക്ടേഷൻ പി എക്സ് ഈക്വൽ ടു മൈനസ് 2i(h cross pi by l square integral 0 to l ഇതിന് വരെ എന്തെടുക്കുക? സൈൻ 2a by 2 സൈൻ 2 pi x by l, അല്ലെ? സൈൻ 2 pi x by l ഹോൾ ഡിവൈഡ് ബൈ 2 അല്ലേ? ആദ്യം ഇവിടെ കൊടുത്തു dx.
അല്ലെ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ആ രീതിയിൽ ചെയ്യാം. ഇനി which is equal to 2 കട്ട് ചെയ്ത് പോയി മൈനസ് ഐ എച്ച് ക്രോസ് പൈ ബൈ എൽ സ്ക്വയർ ഇൻറ്റു. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിപ്പം ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ള ഫോമായി അല്ലെ? ഇന്റഗ്രൽ സൈൻ തീറ്റ എന്താ? മൈനസ് കോസ് തീറ്റ എന്നാ. ഇന്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാല് മൈനസ് കോസ് തീറ്റ എന്നാ. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ അത് കട്ട് ചെയ്ത് പോയി അല്ലെ? ഇന്റഗ്രൽ സൈൻ തീറ്റ മൈനസ് ആണ്, അപ്പൊ മൈനസും മൈനസും പോയി. അപ്പം കോസ് 2 പൈ എക്സ് ബൈ എൽ എന്ന് വരും അല്ലെ? ഇൻറ്റു ഇന്റഗ്രേഷൻ അല്ലെ, ഒരു എൽ ബൈ 2 പൈ എന്ന് വരും അല്ലെ? 0 ടു എൽ ലിമിറ്റ് വരും അല്ലെ? ഇന്റഗ്രൽ സൈൻ 2 പൈ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ കോസ് 2 പൈ എക്സ് ബൈ എൽ മൈനസ് കോസ് 2 പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ 2 പൈ ബൈ എൽ വരും. അപ്പൊ എൽ ബൈ 2 പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നോക്കാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. കോസ് 2 പൈ ഇൻറ്റു എൽ ബൈ എൽ. അപ്പൊ എന്ത് വരും? ഇതൊക്കെ ഇതുപോലെ തന്നെ ഇവിടെ കോസ് 2 പൈ ഇൻറ്റു എൽ ബൈ എൽ. അപ്പൊ എന്ത് വരും? കോസ് 2 പൈ എന്ന് വരും മൈനസ് കോസ് 0 എന്ന് വരും അല്ലെ? കോസ് 2 പൈ എന്താ? കോസ് 360 ഡിഗ്രി അല്ലെ? കോസ് 0 ഡിഗ്രി. കോസ് 0 പറഞ്ഞാൽ 1 ആണ്. 1 മൈനസ് 1 എന്താവും? 0. നമ്മൾ ഇത്രയും ചെയ്തതിന്റെ വാല്യൂ 0 കിട്ടാനായിരുന്നു അല്ലെ? അപ്പൊ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റം ഫോർ എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഈസ് 0 അല്ലെ? ഇനി അതും ശരിക്കും ആലോചിച്ചാൽ കിട്ടുന്നതാണ് അല്ലെ? നമ്മളിപ്പോ നേരത്തെ പൊസിഷൻ പറഞ്ഞ നമ്മളൊരു ഏകദേശ ധാരണ വെച്ചാൽ കിട്ടുന്നു. പൊസിഷൻ നമുക്ക് എൽ ബൈ 2 കിട്ടി അല്ലെ? ഇവിടെ നമുക്ക് എത്ര കിട്ടി? 0 ആണ് കിട്ടിയത്. അതിന്റെ കാരണം എന്താണ്? 0 കിട്ടാൻ കാരണം എന്താ? ഒരു പാർട്ടിക്കിൾ അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതിന്റെ ആവറേജ് മൊമെന്റം 0 ആവും. അത്രേ ഉള്ളൂ. അത് വാളിന്റെ അങ്ങോട്ടേക്കും വാളിന്റെ ഇങ്ങോട്ടേക്കും ഇങ്ങനെ മുട്ടി അതിന്റെ ആവറേജ് മൊമെന്റം എന്ന് പറയുന്നത് എന്താവും? 0 ആവും. ആ രീതിയിൽ അത് ആലോചിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റം 0 ആണ്. ഓക്കെ, ഇനി ഇതിൽ വേറെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. അതിന്റെ ബേസിൽ ഇത്രയും ക്വസ്റ്റ്യൻസിൽ ശരിക്കും വായിക്കണം ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നിങ്ങളോട് ഫൈൻഡ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റം ഫോർ എ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ ബോക്സ് ഓഫ് ലെങ്ത് 2L എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എക്സ് ഫോർ എ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ ബോക്സ് ഓഫ് ലെങ്ത് 2L എന്ന് ചോദിക്കാം. 0 to 2L ആവാം ചിലപ്പോ വേരിയേഷൻ അല്ലെ? -L to L വരാൻ നിങ്ങൾക്ക് സാധ്യതയില്ല. അത് വന്നാൽ കുറച്ച് റിസ്ക് ആണ്, വേവ് ഫംഗ്ഷൻ മാറും. അത് വരാൻ സാധ്യതയില്ല. -L to L എന്ന് പറയുന്നത് അതായത് ഒറിജിൻ നടുക്കായിട്ടുള്ള കേസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. UG ലെവലിൽ വരില്ല, PGക്ക് വരുന്നുണ്ടാവും കേട്ടോ. അപ്പം ബോക്സിന്റെ ലെങ്ത് നോക്കണം. അതുപോലെ പാർട്ടിക്കിൾ ഏതാ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ ആണ് പാർട്ടിക്കിൾ എങ്കിൽ അതിന്റെ അകത്ത് മാസ് നമ്മള് മാസ് ഓഫ് ഇലക്ട്രോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എനർജി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമിലൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ആ രീതിയിൽ വരാം. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഞാന് നാളെ എനിക്ക് ചെറിയ തിരക്കുണ്ട്, അപ്പൊ ഞാൻ നാളത്തെ ക്ലാസ് എടുക്കുന്നില്ല. നാളെ നിങ്ങൾക്ക് ഒരു വർക്ക് തരികയാണ്. നിർബന്ധമായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു വർക്കാണ്. നാളെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇന്നത്തെ നോട്ടിന്റെ കൂടെ അയക്കണ്ട. നാളത്തെ അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു വർക്ക് ചെയ്യുക. നിങ്ങൾ കാണേണ്ടതാണ് ഫൈൻഡ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് px സ്ക്വയർ ഫോർ എ 1 ഡയമെൻഷണൽ ബോക്സ്. ഇതേ പ്രോബ്ലം അതിനകത്ത് എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയറും എക്സ്പെക്ടേഷൻ px സ്ക്വയറും കണ്ടിട്ട് കാണിക്കുക കേട്ടോ. അത് കുറച്ച് ലെങ്തി ആണ്, കുറച്ച് വിശദമായിട്ട് ചെയ്യാനുണ്ടാവും. ഇനി എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ കാണുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഫോർമുല ഉണ്ടല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫോർമുല ഉപകാരപ്പെടും അല്ലെ? എങ്ങനെ? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x വരും, പിന്നെ 2 വരും, പിന്നെ 0 വരും എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി പോയി. ഇനി അതിന്റെ താഴെ വരുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ്ലി ഇന്റഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സിന് പകരം ആ രീതി ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ക്രോസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പ്ലസ് മൈനസ് ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റഗ്രേഷൻ കഴിഞ്ഞ് നേരെ ലിമിറ്റ് ഇടുന്ന പരിപാടി അല്ലെ? ആ രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അത് രണ്ടും ചെയ്ത് നാളെ ആണ് കാണിക്കേണ്ടത്, ഇന്നല്ല കേട്ടോ. ഇന്ന് നിങ്ങൾ ഈ നോട്ട് എഴുതി കാണിച്ചാൽ മതി. നാളെ നിങ്ങൾ അത് എഴുതി കാണിക്കുക. അപ്പം ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.